9ാമത്തെ എപ്പിസോഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നെന്താ ഈ കഴിഞ്ഞ എപ്പിസോഡിലത്തെ ഇൻഫോം ഞാൻ ബാക്കി ഫുള്ളും കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ വേണ്ടിയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എല്ലാ വില്ലേജേഴ്സും ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ അയങ്കോളം സ്പോണായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ അയങ്കോളം സ്പോണായിട്ടുണ്ട്. അപ്പോൾ ഇന്നുകൊണ്ട് ഞാനിത് കംപ്ലീറ്റ് ആക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കണ്ട വീഡിയോയിൽ ഞാൻ ഈ ഇൻഫോം ചെയ്ത് ആരുടെ വീഡിയോ വെച്ച് നോക്കി ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലേസ്ഡ് MC എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറിൻ്റെ വീഡിയോ നോക്കിയാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ 20 വില്ലേജറിനെ ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ ഈ അഞ്ച് ബ്ലോക്ക് അവിടുന്ന് 2 ബ്ലോക്ക് മാറിയിട്ട് 3ാമത്തെ ബ്ലോക്കിൽ ഇങ്ങനെ ഒരു റിങ് പോലെ ഉണ്ടാക്കി വെക്കാനാണ് അതിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അതിങ്ങനെ റിങ് പോലെ വെക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റിങ് പോലെ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൽ. അപ്പോൾ ഞാൻ ഇത്രയ്ക്കും ദിവസം എന്താ വീഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്കൂളിൽ എക്സാമൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ എക്സാം ഇപ്പോൾ തീർന്നുകൊണ്ട് ഞാൻ തീർന്നാൽ ഓണമൊക്കെ ആയതുകൊണ്ട് തിരക്കായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഇന്നാണ് എനിക്കിപ്പോൾ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഉന്മേഷമൊക്കെ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കോണറിൽ വന്നിട്ട് ഇവിടുന്ന് ഈ 4 ബ്ലോക്കും പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് 3 ബ്ലോക്കും ഇങ്ങനെ പൊട്ടിച്ച് മാറ്റാനാണ് പറയുന്നത്. എന്നിട്ട് അവിടെ ഫുള്ളും ഒരു സോളിഡ് ബ്ലോക്ക് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ സോളിഡ് ബ്ലോക്ക് അവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഈ സോളിഡ് ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്റ്റെയർ പോലെ കെട്ടി വെക്കാനാണ്. ഇങ്ങനെ വെച്ചിട്ട് ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെയാണെന്നല്ല. ഞാൻ ആ വീഡിയോ ഒന്നും കൂടി എടുത്ത് നോക്കട്ടെ. ഞാൻ മറന്നുപോയി അവിടെ എങ്ങനെ ബ്ലോക്ക് വെക്കേണ്ടതെന്ന്. അപ്പോൾ ഞാനിതാ ആ വീഡിയോ ഞാൻ കണ്ടിട്ട് നിങ്ങളെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ അങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയല്ല. അവിടെ അതുപോലെ ബ്ലോക്ക് മൈൻ ചെയ്തിട്ട് ഇവിടെ ബ്ലോക്ക് സോളിഡ് വെക്കേണ്ട വരെ അവിടെ സ്ലാബാണ് വെക്കേണ്ടത്. ഞാനപ്പോൾ അത് കൺഫ്യൂഷൻ വന്നു പോയതാണ്. അപ്പോൾ ഇവിടെ ഫുള്ളും ഇങ്ങനെ സ്ലാബ് വെക്കണം. പിന്നെ സൈൻ എടുക്കണമായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പോൾ സൈൻ എടുത്തിട്ട് വരാം. സൈൻ എൻ്റെ കയ്യിൽ ഇല്ലയെന്നാണ് തോന്നുന്നത്. ആ സൈനും സ്റ്റെയറും വേണം. ആ സ്റ്റെയർ കൊണ്ടാണ് ഉണ്ടെങ്കിൽ ചെസ്റ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെയായിട്ടാണ് കളക്ഷൻ വരുന്നത്, ഈ ചെസ്റ്റൊക്കെ വയ്ക്കുന്നത്. പിന്നെ ഞാൻ ഇവിടെ ഒരു പുതിയ ഹോഴ്സിനെ ഞാൻ ടേം ചെയ്ത് സാഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് മൈൻക്രാഫ്റ്റിൽ സാഡിൽ ഉണ്ടാക്കാനൊക്കെയുള്ള ഈ ഓപ്ഷനൊക്കെ ക്രാഫ്റ്റിംഗ് റെസിപ്പിക്ക് ഉള്ളതുകൊണ്ട് ഞാനിതാ ഇവിടെ ഒരു ഹോഴ്സിനെ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ ഞാൻ ബ്രീഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 2 ബേബി വില്ലേജർമാരെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടിട്ടിരുന്നു. അവർ വളർന്നോന്ന് അറിയത്തില്ല. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ? ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ അവിടെ കൊണ്ടിട്ടായിരുന്നു. അപ്പോൾ അത്രയ്ക്കൊക്കെയാണ് ഞാൻ ഓഫ് ക്യാമറ ചെയ്തത്. പിന്നെ ഞാൻ മൈനിങ്ങിന് പോയായിരുന്നു, ഡയമണ്ട് മൈൻ ചെയ്യാൻ. ഞാനത് കുറേ നേരം പോയി. ഇപ്പോൾ കയ്യിൽ 51ഓളം ഡയമണ്ട് ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഞാൻ അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഞാൻ ആർമറും ടൂൾസും ഒന്നും ഉണ്ടാക്കുന്നില്ല. അത് നമുക്കിപ്പോൾ സേവ് ചെയ്ത് വയ്ക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ ആർമർ ഉണ്ടാക്കി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ എന്താ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ 2 ബേബി വില്ലേജർമാരെ കൊണ്ട് ഒരു ബ്രീഡർ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് എനിക്കൊരു ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കാനാണ് പ്ലാന്. അപ്പോൾ ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുമ്പോൾ ഇതെന്താ കാണിക്കാത്ത, സോറി, ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സോറി ഞാൻ പറയുന്ന മാറിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് ട്രെയിനിങ് ഹാൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ വീടിൽ നിന്ന് ആർമർ സ്മിത്തിൽ നിന്നൊക്കെ ഒപ്പിച്ച് ഇത് ഡയമണ്ട് ആർമർ ഒപ്പിക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ അയൺ ഫാം ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് അയൺ കൊണ്ട് ട്രേഡ് ചെയ്യാം. അപ്പോൾ അയൺ കൊണ്ട് ട്രേഡ് ചെയ്ത് അങ്ങനെ ഒപ്പിക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. ഇപ്പോൾ കൊടുത്തേക്കുന്നതനുസരിച്ച് ഇവിടെയും ഒരു സൈൻ, ഇവിടെ ഒരു സൈൻ, സോറി അങ്ങനെയല്ല, ഇവിടുന്ന് ഈ സൈൻ പൊട്ടിച്ചിട്ട് ഇവിടെ വെക്കണം. ഇങ്ങനെയാണ് ആക്കേണ്ടത്. എന്നിട്ട് ഇവിടെ അയാൾ ലാഭ വയ്ക്കുകയാണ് ചെയ്ത്. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെയുള്ള ഈ ബ്ലോക്ക് പൊട്ടിച്ച് വച്ചിട്ട് അവിടെയാണ് രണ്ട് ഡബിൾ ചെസ്റ്റ് വെക്കണം. പിന്നെ ഇവിടെ ഹോപ്പറും വെക്കണം. എന്താ ഞാൻ വയ്ക്കാം. ഇപ്പോൾ എനിക്ക് ലാവ പിടിച്ചു. വാട്ടർ 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 വേണ്ടായിരുന്നു. എന്നിട്ട് അടുത്ത് ഈ കോണറിൽ വന്നിട്ട് എങ്ങനെയായിരുന്ന ഈ കോണറിൽ വന്നിട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ട് ഇവിടെ അതുപോലെ തന്നെ സോളിഡ് ബ്ലോക്സ് ഇങ്ങനെ രണ്ടെണ്ണം ഇതുപോലെ വെക്കണം. ഇതുപോലെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഈ കാണുന്ന 3 ബ്ലോക്കിലും പ്ലേസ് ചെയ്യണം. എന്നിട്ട് ഇവിടെ വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഇവിടെ ഒരു വാട്ടർ സോഴ്സും ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സും ക്രിയേറ്റ് ചെയ്യണം. എൻ്റെ കയ്യിൽ ഞാൻ 2 വാട്ടർ ബക്കറ്റ് എടുത്തുകൊണ്ടാണ് ഞാനിപ്പോൾ നേരത്തെ ചെയ്യാത്തത്. 3 വാട്ടർ ബക്കറ്റ് എടുത്തുകൊണ്ട് എന്നിട്ട് ഈ കാണുന്ന വരി ഫുള്ളും വാട്ടറും കൊണ്ട് പ്ലേസ് ചെയ്യണം. അപ്പോൾ അത് നൈറ്റ് ആവുന്ന എൻ്റെ ബേസിൽ പോട്ടെ. ബേസ് എവിടെയായിരുന്നു? അവിടെ ഞാനിപ്പോൾ അവിടെ എല്ലാ ബേബി വില്ലേജർമാരും വളരാനും ബ്രീഡ് ആവാനും കുറേ ദിവസം ഞാൻ ഡേയ്സ് AFK നിന്നായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഞാൻ AFK നിൽക്കാൻ തുടങ്ങിയത് ഡേ 76-ലായിരുന്നു. 76-ന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് 75-ലാണ് തോന്നുന്നത് ഞാൻ. എന്നിട്ട് പിന്നെ 76, 77, 78 ഇപ്പോൾ ഡേ 82 ആയപ്പോഴാണ് ഇതെല്ലാം വളർന്നത്. അപ്പോൾ അത്രയ്ക്കും ദിവസം ഞാൻ AFK നിന്നായിരുന്നു. എന്നിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് കുറേ നേരം AFK നിന്നപ്പോഴാണ് എനിക്കിത് എല്ലാ വില്ലേജറും ആയത്. ഞാൻ എനിക്ക് അറിയായിരുന്നു ഇത് കുറേ നേരം AFK നിൽക്കേണ്ട പണിയായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ വെക്കേഷന് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത്. എക്സാമൊക്കെ ആയതുകൊണ്ട് പിന്നെ അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വെക്കേഷൻ ആയപ്പോൾ വെച്ച് ഈ ഓണപരിപാടികൾ അതൊക്കെ ആയതുകൊണ്ട് ഞാൻ വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. എന്നാലും ഇപ്പം എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വഴി ഫുള്ളും വെക്കണം എന്നാണ്. സോറി, ഈ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ഈ വഴി ഫുള്ളും വെക്കണം എന്ന ആൾ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഈ വഴിയല്ല, അത് ഏത് വഴിയായിരുന്നു? എനിക്ക് റെക്കോർഡ് ചെയ്യേണ്ട ആവേശത്തിന് ഞാൻ ആ വീഡിയോ ഫുള്ളും മര്യാദയ്ക്ക് കണ്ടില്ല. ഗുണം പൊട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ ആ വഴി ഫുള്ളും വെച്ചോണ്ട് ഇവിടെ ഫുള്ളും ഞാൻ വെള്ളപ്പൊക്കമാക്കി. ഇതാണ് കുഴപ്പം. അറിയാതെ കൊണ്ട് വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റില്ല. ഇവിടെയുള്ള വാട്ടർ സോഴ്സ് ഫുള്ളും വാട്ടർ സോഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് എടുത്ത് കളയാനും പറ്റത്തില്ല. ഇതാണ് കുഴപ്പം. അപ്പോൾ ഞാനിത് ഫുള്ളും ബ്ലോക്ക് ചെയ്ത് തന്നെ കളയണം.
ഞാൻ പിന്നെ ഞാനിത് വാട്ടർ ഇപ്പോൾ കളഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ലായിരിക്കും. ഇപ്പോൾ ആ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് വരുന്നില്ല എന്നാണ്, അല്ല വരുന്നുണ്ടോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇവിടെ വെള്ളം പ്ലേസ് ചെയ്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കോർണറിലും കൂടെ എത്ര ഇങ്ങനെ തന്നെയാണ്. ഞാൻ ആ വീഡിയോ നോക്കിയപ്പോൾ അയാൾ പ്ലേസ് ചെയ്ത വെള്ളം, ബ്ലേസ് ഡെംസിൻ്റെ വീഡിയോ നോക്കിയപ്പോൾ ഇങ്ങനെ തന്നെയാണ് ആൾ പ്ലേസ് ചെയ്തത്. അപ്പം ഇതെന്താ ഞാൻ പ്ലേസ് ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് എന്തെങ്കിലും മിസ്റ്റേക്ക്, ഞാൻ ചെയ്യുന്നതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇവിടെ ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് ക്രിയേറ്റ് ആവുന്നത് അതെന്താണെന്ന് അറിയത്തില്ല. ഇതിപ്പോൾ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വരാൻ, ഇത് ഫുൾ ഈ കോർണറിൽ വെള്ളം വരാൻ പാടില്ല. ഈ കോർണറിൽ എന്തുകൊണ്ടാണ് വെള്ളം വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അവിടെ സത്യം പറഞ്ഞാൽ വെള്ളം വരാൻ പാടില്ല. അവിടെ വെള്ളം വന്നു കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയങ്കോളം മരിക്കത്തില്ല. അപ്പം ഞാനിപ്പോൾ ഇവിടെയുള്ള വെള്ളം ഫുള്ളും ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം അത് ഡിലീറ്റ് ചെയ്യണം. അപ്പം ഞാൻ ആ വെള്ളം ഫുള്ളും ഡിലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ, കാരണം വെള്ളം ഡിലീറ്റ് ചെയ്യുന്ന ഫുള്ളും ബോറായി. ഞാനത് ഫുള്ളും റെഡി ആക്കിയിട്ടുണ്ട്. അതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വെച്ച രീതി മാറിപ്പോയതാണ്. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റാക്കി വെച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഈ കോർണറിൽ കാണാം. ആ കോർണറിൽ ഇപ്പോൾ അവിടെ ഇത് വരുന്നില്ല, വെള്ളം വരുന്നില്ല. ഒരു അയങ്കോളം താഴെ ഇതിൻ്റെ ഉള്ളിൽ നടന്ന് വന്ന് വരുന്നുണ്ട്. ഇതുണ്ടോ ഇപ്പോൾ വർക്കിംഗ് ആണ് സംഭവം. ഇതുണ്ടോ ഇതിപ്പോൾ വർക്കാകാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു അയങ്കോളം എന്താ അടിച്ചപ്പോഴേക്കിനും ഇത് കണ്ടോ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സ്പോൺ ആവുന്നത്. പിന്നെ ഒരു കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. അത് നമുക്ക് കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ സ്പോൺ ആവാൻ വേണ്ടി. അപ്പോൾ എനിക്ക് ഹോപ്പർ ഉണ്ടോ നോക്കട്ടെ. ഹോപ്പർ ഉണ്ടെന്ന് തോന്നുന്നില്ല, എന്നാലും നോക്കിയേക്കാം. അന്ന് ഇതിൻ്റെ ഉള്ളിൽ ഹോപ്പർ എന്നാണ് ഇല്ല. അപ്പോൾ ഹോപ്പർ ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ഉണ്ടാക്കണം. ഹോപ്പർ ഒരു ചെസ്റ്റും ഇതും മാത്രം മതി. ഹോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചെസ്റ്റ് വേണം. അപ്പോൾ ചെസ്റ്റിന് കുറച്ചും കൂടെ പ്ലാങ്ക് വേണം. ഡബിൾ ചെസ്റ്റാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ ഡബിൾ ചെസ്റ്റ് വെക്കുമ്പോൾ ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഒക്കെ അത്രയ്ക്കാണ് ചെയ്യാനുള്ളത്. പിന്നെ ഒരു സ്റ്റോണിൻ്റെ സ്റ്റെയറും കൂടെ വേണം. എൻ്റെ എളുപ്പമുള്ളത് വുഡിൻ്റെയാണ്. വുഡിൻ്റെ വെക്കാൻ പറ്റത്തില്ല. വുഡിൻ്റെ വെച്ചാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിപ്പോവും, കാരണം അവിടെ ലാവയുള്ളതുകൊണ്ട്. എൻ്റെ കയ്യിൽ വുഡിൻ്റെ ഇതില്ല, സ്റ്റെയർ കേസ് ഇല്ല. അപ്പോൾ നമുക്കിപ്പോൾ അയണ് ഇതിനുള്ളിൽ തിരിച്ച് വെച്ചിട്ട് നമുക്കത് ഉണ്ടാക്കാം. കോബിൾ സ്റ്റോണിൻ്റെ സ്റ്റെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നുണ്ടാവും. എൻ്റെ വോയിസ് അല്ലായിരിക്കും നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ട് ഇപ്പം അതിന് ശബ്ദമാണ് പുറത്ത്. അപ്പോൾ എൻ്റെ വോയിസ് കേൾക്കണം എന്നില്ല. അതുകൊണ്ട് അത് സോറി, അത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഇവിടെ ഇപ്പം തന്നെ എത്ര ആയം വന്നു ഒന്ന് അയ്യോ, ഇവിടെ എനിക്ക് തീ പിടിച്ചു. പിന്നെ ഇത് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം എനിക്ക് തീ പിടിക്കുന്നത്. ഇവിടെ വന്നിട്ട് അയങ്കോളം ഇപ്പോൾ സ്പോൺ ആവുന്നുണ്ട്. ഇപ്പം നൈറ്റും ആവുന്നുണ്ട്. എന്നെ പണിയെടുക്കാൻ സമ്മതിക്കുന്നില്ല ഈ മൈൻക്രാഫ്റ്റ്. അപ്പോൾ അത് നൈറ്റായി കടന്നിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ വീഡിയോൻ്റെ ലെങ്ത്ത് നല്ല കൂടിയോന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ ഒന്ന് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് എല്ലാം കൂടെ ഇത് പല പല പാട്ടായിട്ടാണ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം എല്ലാം കൂടെ ഒന്ന്
വീഡിയോ ഇതാക്കുമ്പോഴായിരിക്കും അറിയാവുന്നത് എത്ര ആയിട്ടുണ്ടെന്ന്. എന്നാലും നമുക്ക് ലെങ്ത് എത്രയെന്ന് അറിയത്തില്ല. ലെങ്ത് കൂടിയാലും കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. എന്താ അപ്പോൾ ഈ ഹോപ്പർ കൊണ്ട് അവിടെ വെക്കാം. ഇങ്ങനെ ഓടി ചെല്ലാൻ വേണ്ടി എനിക്ക് വൻ മടി ആയതുകൊണ്ടാണ് ഞാൻ ആ ഹോഴ്സിനെ ടൈം ചെയ്തത്. ഇപ്പോൾ ഞാൻ ആ ഹോഴ്സിനെ ഉപയോഗിക്കുന്നുമില്ല. ഇതിപ്പോൾ ഇവിടെ വൻ വർക്കിംഗ് ആണ്, നല്ലോണം വർക്കാവുന്നുണ്ട് ഇതിപ്പോൾ. അയ്യോ, ഞാൻ അറിയാതെ ഹോപ്പർ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു. ഹോപ്പർ അവിടെയല്ല പ്ലേസ് ചെയ്യേണ്ടത്, ഹോപ്പർ അപ്പുറത്താണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ഡബിൾ ചെസ്റ്റ് വെച്ചിട്ട് ഹോപ്പർ ഇതാ ഇവിടെ അയങ്കോളം വന്ന് മരിക്കുന്നുണ്ട്. അയ്യോ, വെച്ചത് മാറിപ്പോയി, അങ്ങനെയല്ല വെക്കേണ്ടത്. ഇപ്പം ഇവിടെ ഫുള്ളും അനമ്പായി കിടക്കുകയാണ്. ഇത് പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. ഹോപ്പർ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഐറ്റംസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ 23 അയൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല വേർഷൻസാണ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് കുറച്ച് പാത്തും കൂടെ വെക്കാനുണ്ട്. ആ പാത്തും കൂടെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് കംപ്ലീറ്റ് ആയിക്കോളും. ഇവിടെ ഇത് ക്ലോസ് ചെയ്യട്ടെ. ഈ അയങ്കോളത്തിനെ തല്ലിക്കൊല്ലണം. ഇതിപ്പോൾ വേറെ സ്പോണായതാണ്. അവിടെ പറ്റൂലേ, ഇവിടെ വയ്ക്കാം, സമ്മതിക്കുന്നില്ലല്ലോ. എൻ്റെ കയ്യിലിപ്പോൾ ഈ പിക്കാക്സ് കൊണ്ട് തല്ലിക്കൊല്ലണം. അയൺ ഗോളത്തിന് ഞാനൊരു അയൺ ബ്ലോക്കായിട്ടാണ് കാണുന്നത്. സോറി ഗൈസ്, ഞാൻ ഒന്ന് പീസ്ഫുള്ളി ഇട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ വില്ലേജ് മണ്ടന്മാരുടെ കാര്യമായതുകൊണ്ട് പറയാൻ പറ്റില്ല ആ മണ്ടന്മാരെന്താ കാട്ടി വയ്ക്കുന്നതെന്ന്. അതുകൊണ്ട് എനിക്ക് പീസ്ഫുള്ളാക്കേണ്ടി വന്നു. ഞാൻ ഇപ്പം തന്നെ മാറ്റാൻ നല്ല പിന്നെ മറന്നുപോയി ഞാനത്. അപ്പോൾ ഈസി ആക്കിയിട്ട് നമുക്ക് ഈ അയങ്കോളത്തിനെ ഫൈറ്റ് ചെയ്യാം. ഞാനത് ഈ അയങ്കോളത്തിന് ഞാൻ നേരത്തെ തല്ലിയതാണോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ എൻ്റെ പുറകെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചാടിക്കഴിഞ്ഞാൽ അയങ്കോളത്തിനാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇപ്പോൾ അയങ്കോളം ഇപ്പോൾ നല്ല കലിപ്പിലാണ്. ഗോളത്തിന് ഇപ്പോൾ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അയങ്കോളത്തിനെ ചെയ്യാം. എൻ്റെ പിക്കാക്സും പൊട്ടി. ഞാൻ നിന്നെ ബക്കറ്റും കൊണ്ട് കോരിയെടുക്കും. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എത്രയേ ഉള്ളൂ. അപ്പോൾ ഈ അയൺ ഫാം വർക്കിംഗ് ആണ് മനസ്സിലാവുകയും ചെയ്തു. ഒരു മിസ്റ്റേക്ക് സോൾവ് ആക്കുകയും ചെയ്തു. അത് അറിയാതെ പെട്ടെന്ന് കൈ തട്ടി പോയതാണ് ഇത്. പക്ഷേ പറഞ്ഞത് മാറിപ്പോകുന്നത്. അത് വില്ലേജ് മണ്ടന്മാരെ കൊണ്ട് ഇത് നൈറ്റും പണിയെടുക്കാൻ കൊണ്ട് ഈ സോംബി വില്ലേജറും പിന്നെ ബഗ്രോക്കും വില്ലേജ് മണ്ടന്മാരുണ്ട്. ഇതിൻ്റെ മുമ്പ് എനിക്കൊരു പഴയ വേൾഡിൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കാൻ വെച്ചപ്പോൾ പകലായിരുന്ന സമയത്ത് അടുത്തൊരു സോംബി ഇല്ല, ഒന്നുമില്ല. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോംബി എവിടുന്നോ വന്നിട്ട് ഹെൽമെറ്റ് വെച്ച് വന്നിട്ട് എൻ്റെ സോംബി വില്ലേജറിനെ എല്ലാം എൻ്റെ വില്ലേജേഴ്സിനെല്ലാം സോംബി വില്ലേജറാക്കി. ഇത് ഇപ്പം കണ്ടു. ഇതൊക്കെ പുറത്ത് സ്പോണാവുന്നുണ്ട് ചിലതൊക്കെ. അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളും പാത്താക്കണം. അപ്പോൾ അതൊക്കെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തോളാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയ്ക്കുള്ളൂ. അപ്പോൾ ടാറ്റ, ബൈ ബൈ.